സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ, നിത്യസത്യദയാനിധിയേ, ഇനി കൽപ്പാന്തമിഴിതൾ തുറന്നീടണേ. ഇരുമുടി നിറയുമീ ദുരിതം ഒഴിയണേ, ഇഹപരശാന്തിതൻ അമൃതം അരുളണേ. മനസാകും പുലിമേലി വാഴണേ, ജന്മശനി നീക്കി ശരിയേകിടേണമേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. എല്ലാ ദുഃഖവും തീർത്തു തരൂ എന്തയ്യ ശബരിവാസ. എല്ലാ ദുഃഖവും തീർത്തു തരൂ എന്തയ്യ ശബരിവാസ. എല്ലാ ദോഷവും അറ്റിടുവാൻ തൃക്കൈയാൽ അനുഗ്രഹിക്കൂ ദേവാ, എന്നെ അനുഗ്രഹിക്കൂ. എല്ലാ ദോഷവും അറ്റിടുവാൻ തൃക്കൈയാൽ അനുഗ്രഹിക്കൂ ദേവാ, എന്നെ അനുഗ്രഹിക്കൂ. വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക, ബിൽവപത്ര സദൃശ നയന ശരണമേഘണേ. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക, ബിൽവപത്ര സദൃശ നയന ശരണമേഘണേ. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. ശങ്കര ഭജ ശാപമോക്ഷദായകനെ ശരണമേഘനേ, ശാപമോക്ഷദായകനെ ശരണമേഘനേ. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. ഉണർന്നെത്തിടും ഈ ഉഷസ്സാണു സത്യം, ഉണർന്നെത്തിടും ഈ ഉഷസ്സാണു സത്യം. എനിക്കെന്നും ആലംബമെൻ മണികണ്ഠൻ, എനിക്കെന്നും ആലംബമെൻ മണികണ്ഠൻ. അകം നൊന്തു ഭക്തൻ വിളിക്കുന്ന നേരം, അകം നൊന്തു ഭക്തൻ വിളിക്കുന്ന നേരം, അടുത്തെത്തിടുന്നൊരു കാരുണ്യമൂർത്തി, അടുത്തെത്തിടുന്നൊരു കാരുണ്യമൂർത്തി. ഉണർന്നെത്തിടും ഈ ഉഷസ്സാണു സത്യം, ഉണർന്നെത്തിടും ഈ ഉഷസ്സാണു സത്യം. തമസിൽ തഴയ്ക്കും കൊടുങ്കാട്ടിലൂടെ, മനസ്സിൽ തുടിക്കും പ്രകാശത്തിലൂടെ. തമസിൽ തഴയ്ക്കും കൊടുങ്കാട്ടിലൂടെ, മനസ്സിൽ തുടിക്കും പ്രകാശത്തിലൂടെ. ശിരസിൽ കനക്കും മഹാമുദ്രയോടെ വരുന്നേൻ തൊഴുന്നേൻ, വരുന്നേൻ തൊഴുന്നേൻ ചിദാനന്ദമൂർത്തി, വരുന്നേൻ തൊഴുന്നേൻ ചിദാനന്ദമൂർത്തി. ഉണർന്നെത്തിടും ഈ ഉഷസ്സാണു സത്യം. തത്വമസിക്കു പൊരുൾ പടവാം പടിപതിനെട്ടും കേറി, നിത്യനിരാമയദാസനിവൻ നിൻ സന്നിധി പൂകുമ്പോ.
തത്വമസിക്കു പൊരുൾപ്പടവം പടിപതിനെട്ടും കേറി നിത്യനിരാമയദാസനിവൻ നിൻ സന്നിധി പൂകുമ്പോ ഉൾത്തുടി കൊട്ടും നൃത്തമുതിർക്കും എന്നെ മറക്കും ഞാൻ ഉറഞ്ഞു പാടും തമസോമാ ജ്യോതിർഗമയ മകരസംക്രമദീപാവലിതൻ പൊൻകതിരുളിയേന്തി മനസ്സിനുള്ളിൽ മണികണ്ഠ നീ തെളിഞ്ഞു നിൽക്കുമ്പോൾ നിറഞ്ഞു കവിയും നിൻ മൃദുമന്ദസ്മിതത്തിൽ ഞാൻ എല്ലാം മറന്നു പാടും അസതോമാ സദ്ഗമയ മകരസംക്രമദീപാവലിതൻ പൊൻകതിരുളിയേന്തി മനസ്സിനുള്ളിൽ മണികണ്ഠ നീ തെളിഞ്ഞു നിൽക്കുമ്പോൾ തിരുനാളമുതിർക്കും സൗവർണപ്രഭയിൽ കുളിച്ചു നിൽക്കും തിരുനടയിൽ മിഴിയടച്ചുമേവുമ്പോ കർപ്പൂരത്തിരുനാളമുതിർക്കും സൗവർണപ്രഭയിൽ കുളിച്ചു നിൽക്കും തിരുനടയിൽ മിഴിയടച്ചുമേവുമ്പോ ഉദിക്കയാണെൻ മനസ്സിൽ നിന്നുടെ തേജോരൂപം ഞാൻ ഉണർന്നു പാടും മൃത്യുർമാമൃതം ഗമയ അമ്പൊടു വില്ലട് പൊയ്യിന് മല്ലിട് മെയ്യനെ അയ്യപ്പ അമ്പൊടു വില്ലട് പൊയ്യിന് മല്ലിട് മെയ്യനെ അയ്യപ്പ നീ വൻപുലിയേറിട് തുമ്പം തീർത്തിട് വരദനെ അയ്യപ്പ അമ്പൊടു വില്ലട് പൊയ്യിന് മല്ലിട് മെയ്യനെ അയ്യപ്പ നീ വൻപുലിയേറിട് തുമ്പം തീർത്തിട് വരദനെ അയ്യപ്പ വൻപുലി മുകളിൽ ഇന്നമുണരുടും ഹരിഹരസുതരെ ശരണം അയ്യപ്പ തുമ്പങ്ങൾ ഒഴിയാൻ മംഗളം പൊലിയാൻ ഭഗവാൻ ശരണം ഭഗവതി ശരണം കാട്ടിലെ വഴിയിലും പാട്ടിൻ ശ്രുതിയിലും കാക്കണേ അയ്യപ്പ കാട്ടിലെ വഴിയിലും പാട്ടിൻ ശ്രുതിയിലും കാക്കണേ അയ്യപ്പ നിന്റെ കാലടി പുനർന്നവേ പ്രാപയാമോ വയം സത്യം ശൃണ്വന്തു ദേവതാ സർവാ പ്രാസാദമിമമാശ്രിതാ യദുച്യമാനമസ്മാഭിരനുഗൃഹന്തു തേന പൂർവം കൃതമിദം ദേവാലയമസാരവൽ പ്രാപ്തം കാലവശാത് ഭൂയോ വയം തൽക്കർത്തുമുദ്യതാ കാലേന ഇതാവതാ ഭൂയ പ്രാസാദേസ്മിൻ പുനർന്നവേ പ്രാപയാമോ വയം സത്യം ശൃണ്വന്തു ദേവതാ സർവാ പ്രാസാദമിമമാശ്രിതാ യദുച്യമാനമസ്മാഭിരഗൃഹന്തു തേന പൂർവം കൃതമിദം ദേവാലയമസാരവൽ പ്രാപ്തം കാലവശാത് ഭൂയോ വയം തൽക്കർത്തുമുദ്യതാ കാലേന ഇതാവതാ ഭൂയ പ്രാസാദേസ്മിൻ പുനർന്നവേ പ്രാപയാമോ വയം സത്യം തദനുജ്ഞാതുമർഹത
ഈരേഴു ലോകവും വാണരുളും പൊന്നുടയതേ ദൈവമേ, എന്നമ്മയും അച്ഛനും ഗുരുവും നീയേ സ്വാമിയേ അയ്യപ്പ. എന്നമ്മയും അച്ഛനും ഗുരുവും നീയേ സ്വാമിയേ അയ്യപ്പ. അമ്പൊടു വില്ലെടു പൊയ്യിനു മല്ലിടു നെയ്യനെ അയ്യപ്പ. നീ വൻപുലിയേറിടു തുമ്പം തീർത്തിടു വരദനെ അയ്യപ്പ. ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി. ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി. അകമെന്നുമയ്യന്റെ മണിമന്ദിരം, നിനവെന്നുമയ്യന്റെ പടിപൂജനം. പ്രകൃതി ശിവനോടു ചേർന്നവരുമഴകാർന്നിടം, സുന്ദരം മന്ദിരം സുരസമ്മതം. ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി. ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി. മണ്ണോട് കാർമേഘജാലങ്ങൾ ചൊല്ലുന്ന മന്ത്രം മഹത്തത്വധന്യം. കണ്ണിന്റെ കണ്ണായി വളർന്നു നീ ആനന്ദമേകുന്നൊരുണ്ണിക്കിടാവാട. ഒരു നാൾ കാടണയുമളവിൽ എതിരായി വന്നു മഹിഷി വഴിയിൽ. ഒരു നാൾ കാടണയുമളവിൽ എതിരായി വന്നു മഹിഷി വഴിയിൽ. അടലിനൊടുവിൽ അവളെ ജയിച്ചു അരുളു കൊടുത്ത ഓംകാരരൂപം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി. ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി. എന്നാളുമെന്റെ പൊന്മണി കണ്ട സ്വാമിക്ക് കൃതമാലെ അഭിഷേകമാടാം. മുജ്ജന്മ പാപവും ഈ ജന്മ പാപവും നീയെ പൊറുക്കുന്നു സ്വാമി. അഭയം തരുമമര നിടിലം നിറവായി ഒഴുകുമരിയ നദിയും. അഭയം തരുമമര നിടിലം നിറവായി ഒഴുകുമരിയ നദിയും. അറിവിൻ നിറവായി പൊരുളിൻ ഉറവായി തെളിയും അഴകമോങ്കാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി. ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി. അമ്പൊടു വില്ലെടു പൊയ്യിനു മല്ലിടു മെയ്യനെ അയ്യപ്പ. അമ്പൊടു വില്ലെടു പൊയ്യിനു മല്ലിടു മെയ്യനെ അയ്യപ്പ. നീ വൻപുലിയേറിടു തുമ്പം തീർത്തിടു വരദനെ അയ്യപ്പ. അമ്പൊടു വില്ലെടു പൊയ്യിനു മല്ലിടു മെയ്യനെ അയ്യപ്പ. നീ വൻപുലിയേറിടു തുമ്പം തീർത്തിടു വരദനെ അയ്യപ്പ. വൻപുലിമുകളിൽ ഇന്നുമുണരുളും ഹരിഹരസുതനെ ശരണം ഗുണയപ്പ. തുമ്പങ്ങളൊഴിയാൻ മംഗളം പൊലിയാൻ ഭഗവാൻ ശരണം ഭഗവതി ശരണം.
ശ്രുതിയിലും കാക്കണേ അയ്യപ്പ, കാട്ടിലെ വഴിയിലും പാട്ടിൻ ശ്രുതിയിലും കാക്കണേ അയ്യപ്പ. നിന്റെ കാലടി തൊഴുതിട്ട് കാരണം പറയുമ്പോൾ കനിയണേ അയ്യപ്പ, നിന്റെ കാലടി തൊഴുതിട്ട് കാരണം പറയുമ്പോൾ കനിയണേ അയ്യപ്പ. അമ്പട് വില്ലട് പൊയ്യിന് മല്ലിട് മെയ്യനേ അയ്യപ്പ, നീ വൻപുലിയേറിട് തുമ്പം തീർത്തിട് വരദനേ അയ്യപ്പ. ആദിയും വ്യാധിയും ഈതിയും ബാധയും ഒഴിയണേ അയ്യപ്പ, ആദിയും വ്യാധിയും ഈതിയും ബാധയും ഒഴിയണേ അയ്യപ്പ. നീ നിത്യവും എന്നോട് നിർമ്മല പൂജയിൽ നിറയണേ അയ്യപ്പ, നീ നിത്യവും എന്നോട് നിർമ്മല പൂജയിൽ നിറയണേ അയ്യപ്പ. ഈരേഴു ലോകവും വാണരുളും പൊന്നുടയതേ ദൈവമേ, ഈരേഴു ലോകവും വാണരുളും പൊന്നുടയതേ ദൈവമേ. എന്നമ്മയും അച്ഛനും ഗുരുവും നീയേ സ്വാമിയേ അയ്യപ്പ. ധർമ്മശാസ്ത്രായ നമോ നമഃ, ഭൂതനാഥായ നമോ നമഃ, ദേവദേവായ നമോ നമഃ, മഞ്ജുകേശായ നമോ നമഃ, മന്ത്രപൂർണായ നമോ നമഃ. കാവശ്ശേരി അയ്യപ്പ ക്ഷേത്രത്തിൽ ഇന്ന് ബാലാലയ പ്രതിഷ്ഠ കഴിഞ്ഞു. ശ്രീകോവില് പുനർനിർമ്മിച്ച് ഏപ്രിൽ മാസത്തോടുകൂടി പുനഃപ്രതിഷ്ഠ നടക്കണം. അമ്പലത്തിൻ്റെ പണി ദ്രുതഗതിയിൽ കഴിയേണ്ടതുണ്ട്. എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണവും പ്രാർത്ഥനയും ആവശ്യമാണ്. അതുകൊണ്ട് അയ്യപ്പൻ്റെ ശ്രീകോവിലെ പുനഃപ്രതിഷ്ഠയും എത്രയും പെട്ടെന്ന് നടക്കാൻ എല്ലാ ഭക്തജനങ്ങളും കൂട്ടായി പ്രാർത്ഥിക്കുക. ഇനി മണ്ഡലക്കാലം വരാൻ പോകുകയാണ്. എല്ലാവരും ഈ ഒരു മനസ്സിൽ എല്ലാവരും ഈ ചിന്തയോട് കൂടിയിട്ട് പ്രയത്നിക്കുക. ഏപ്രിൽ മാസത്തോടു കൂടിയിട്ട് എല്ലാ പണികളും കഴിഞ്ഞ് പുതിയ ശ്രീകോവിലേക്ക് വിഗ്രഹപ്രതിഷ്ഠ നടത്തണം. അതിന് അയ്യപ്പൻ്റെ പൂർണ്ണമായുള്ള അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് പറയുന്നു. ശ്രീകോവിലിൻ്റെ തറ, ഭിത്തി എന്നിവ കരിങ്കല്ലിലാണ് പണിയെടുക്കുന്നത്. കൃഷ്ണശിലയിൽ അതിൽ 26 അംശം തറയും ഭിത്തിയിൽ ഭിത്തിക്കാല്, ഘനദ്വാരം, ഉത്തരം വളര്, കബോധം, ഗ്രഹവിണ്ടി എന്നീ അലങ്കാരങ്ങളോട് കൂടിയിട്ടുള്ള ഭിത്തിയാണ് പണിയുന്നത്. പിന്നെ ഓവ് ഉണ്ടാവും, വെള്ളം പോകാനുള്ളത്. അത് ഭിത്തി വരയ്ക്കുള്ള പണി കല്ലിൽ ഞങ്ങളാണ് ചെയ്യുന്നത്. അച്ഛൻ്റെ പേര് വേലായുധനാണ്. കൂടത്തിലാണ് സ്വദേശം. ഇത് മേൽപോട്ടുള്ള പണി എന്ന് പറയാൻ മരത്തിൻ്റെ പണിയാണ്. അത് അയിനിക്കാവിലെ ആണ് മരം ചെയ്യുന്നത്. അത് 28 കഴുക്കോലോട് കൂടിയിട്ട് നല്ല നല്ല ഭംഗിയുള്ള പണിയായിട്ട് ചെയ്യുന്നത്. അത് വിനോദ് മാരായണത്തെ ആളെ പണിയിട്ടുണ്ട്. പിന്നെ ഓട് മേൽപ്പുരം ഓടാണ് ചെയ്യുന്നത്. പിന്നീട് ചിത്രപൊടിയും. അപ്പോൾ എന്താ ഞങ്ങൾ ഈ എല്ലാ ആൾക്കാരും ഈ അമ്പലത്തിന് വേണ്ടിയിട്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യണമെന്നാണ് നിങ്ങളുടെ അഭ്യർത്ഥന. അത്രയും വേഗം സഹായം വേണം, സാമ്പത്തിക സഹായം വേണം. എല്ലാ സഹായങ്ങളും ഉണ്ടാവണം. നമ്മുടെ അമ്പലം 1990 ഒരു തുടക്കം എന്ന നിലയിൽ വന്നതാണ്.
അവിടുന്ന് 2025 ആവുമ്പോഴേക്കും നമ്മുടെ ദേശത്തും കടന്ന് വെളിയിലും ഈ അമ്പലത്തെ പറ്റി ഭക്തജനങ്ങൾ തന്നെ ഏറ്റെടുത്ത് പബ്ലിസിറ്റി കൊടുത്ത് അമ്പലത്തിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും സ്നേഹത്തോടെ ചെയ്യുന്ന നല്ലവരായ നാട്ടുകാർക്ക് ആദ്യം നമസ്കാരം. നമ്മളിവിടെ 2025 ഏപ്രിൽ 26 മുതൽ മെയ് 1 വരെയുള്ള 6 ദിവസത്തെ വിശേഷാൽ പൂജകളോടുകൂടിയ പുനരുദ്ധാരണ പുനഃപ്രതിഷ്ഠ കുംഭാഭിഷേകം മഹാകുംഭാഭിഷേകം നടത്തുവാൻ വേണ്ടി യോഗത്തിൽ 150 പേരടങ്ങുന്ന ദേശവാസികളുടെ യോഗത്തിൽ തീരുമാനിച്ച പ്രകാരം ഇന്ന് 11/9/2025 വ്യാഴാഴ്ച ബാലാലയ പ്രതിഷ്ഠ നടത്തുകയും ശ്രീ അമ്പലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടും കൂടെയുള്ളവരും വന്ന് അതെല്ലാം ഭംഗിയായി നടത്തി. നമ്മുടെ ശില്പി വേലായുധൻ പൂനത്തറ ഒറ്റപ്പാലംകാരനാണ്. അവരും മകനും ഉണ്ടായിരുന്നു. വിഗ്രഹങ്ങളും പീഠമെല്ലാം എടുത്ത് പുതിയ ബാലാലയ റൂമിലേക്ക് മാറ്റുകയും നമ്മുടെ ഇനി വൈകുന്നേരം തൊട്ടുള്ള പൂജാതി കാര്യങ്ങളെല്ലാം വഴിപാടുകളെല്ലാം ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വഴിപാടുകളും ചെയ്യാം എന്നാണ് തന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്, ഉപദേശിച്ചിരിക്കുന്നത്. അത് പ്രകാരം നമ്മളിവിടെ അതെല്ലാം ചെയ്യുന്നു. മണ്ഡലമാസത്തെ സാധാരണത്തെ പോലെയുള്ള ത്രികാല പൂജയും ഭജന അന്നദാനവും നമ്മൾ ഇക്കൊല്ലവും നടത്താൻ തിരുമേനി നിർദ്ദേശിച്ചിട്ടുണ്ട്. അയ്യപ്പൻ വിളക്ക് അന്നദാനവും മണ്ഡപം കൂട്ടിയുള്ള അയ്യപ്പൻ പാട്ടും അതിനോടനുബന്ധിച്ച് താലമെടുക്കലും നമ്മൾ നടത്തുന്നുണ്ട്. കാരണം നമ്മുടെ അമ്പലത്തിൻ്റെ കുംഭാഭിഷേക പരിപാടികൾ പണികൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിനും അവർക്ക് കൂടി പങ്കാളികളാവുന്നതിനും കുറച്ച് സമയങ്ങൾ അമ്പലത്തിൽ എത്തിക്കാൻ വേണ്ടി ഭക്തജനങ്ങളെ ഇതെല്ലാം നടത്തിയേ പറ്റൂ. അതുമൂലം നമുക്ക് സാമ്പത്തിക സഹായവും സാന്നിധ്യവും ഉറപ്പിക്കാനും പറ്റും. തൽക്കാലം ഞാൻ നിർത്തുന്നു. സ്വാമി ശരണം. പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്കിൽ കാവശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ അമ്പലമാണ് കാവശ്ശേരി ശാസ്താനഗർ അയ്യപ്പ ക്ഷേത്രം. നൂറ്റാണ്ടുകളുടെ പഴക്കമൊന്നും ഈ അമ്പലത്തിന് അവകാശപ്പെടാനില്ലെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഒരു ഈശ്വര സങ്കേതം, ഒരു ആരാധനാ കേന്ദ്രമായിരുന്നു. ഇവിടെ ഒരു സ്വകാര്യ തറവാട്ടുകാരുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ചെറിയൊരു സർപ്പക്കാവാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഒരു മടത്തൽ വീട് എന്ന് പറയുന്നൊരു സ്വകാര്യ തറവാട്ടിലെ സ്ഥലമായിരുന്നു. ഇവിടെ വിഷു കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ചകളിൽ ഈ പ്രദേശത്തുള്ള കുട്ടികൾ, അപ്പോൾ ഇപ്പോൾ സംസാരിച്ച പ്രസിഡന്റും നമ്മുടെ മോനേട്ടനും അതുപോലുള്ളവരെല്ലാം കുട്ടികളായിരുന്ന കാലത്ത് വിഷു കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച അവർ കിട്ടുന്ന വിഷു കൈനീട്ടം ഉപയോഗിച്ചും അവരുടെ ഓലപ്പടക്കം ഇതിൻ്റെ ബാക്കിയുള്ള ഇത് പൊട്ടിച്ചും വിഷുവേല ആഘോഷം. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ തുടക്കം. വളരെ സന്തോഷകരമായ ഒരു കാര്യം. ഇപ്പം ഞങ്ങളെപ്പോലുള്ളവർ അതിന് ശേഷം ഇതിന് പിന്നാലെ അവരോടൊപ്പം പിന്നീട് വന്നവരാണെങ്കിലും അന്ന് ഈ ഇതിന് മുൻകൈ എടുത്ത് നിന്നിരുന്ന ആ കുട്ടികൾ തന്നെയാണ് ഇന്ന് ഇതിൻ്റെ മുൻനിരയിൽ. ഞങ്ങൾ പിന്നാലെ ഞങ്ങളെപ്പോലുള്ള അടുത്ത തലമുറകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്കളി സീരിയസ് ആയി മാറി അയ്യപ്പൻ്റെ ഒരു ഇച്ഛാപ്രകാരം വന്നതാണ് ഈ അമ്പലം. കാരണം അന്ന് ഇവരുടെ ഈ ഇവർ വളരുന്നതിനനുസരിച്ച് ഇവർക്ക് ഈ അമ്പലങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും സ്വപ്നങ്ങളും എല്ലാം വളർന്നു തുടങ്ങി. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഒരു ക്ഷേത്രം. അപ്പോൾ അന്നത്തെ ചില സാമൂഹ്യ വ്യവസ്ഥകളും അതിന് കാരണമായിരുന്നു. കാരണം എല്ലാവർക്കും അമ്പലങ്ങളിൽ പ്രവേശനമില്ലാത്ത ആ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതെല്ലാം ഇതിനൊരു കാരണമാണ്. അപ്പോൾ ആ കൂട്ടത്തിലൊരു ചെറുപ്പക്കാരൻ്റെ ഒരു സ്വപ്നം ആയിരുന്നു ഇവിടെ ഒരു അമ്പലം എന്നുള്ളത്. ഒരു സ്വപ്നത്തിലൊരു ദർശനം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അത് അന്നത്തെ മുതിർന്നവർ അതിന് പരിപൂർണ പിന്തുണ നൽകി എന്നുള്ളതാണ്. കാരണം അന്ന് എനിക്ക് അത്ര വലിയ 4-5 ഒറ്റ പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഈ അമ്പലം ഇവിടെ നിലവിൽ വരുന്നത്. അപ്പം അന്നത്തെ മുതിർന്നവർ ഇതിന് എല്ലാ പിന്തുണയും നൽകി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവരുടെ ഒന്നും മനസ്സിൽ ഇതുപോലൊരു ക്ഷേത്രമായിരുന്നില്ല, ഒരു സർപ്പക്കാവ് കെട്ടി സംരക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അന്ന് ആർക്കും സ്വന്തമായിട്ട് വലിയ വരുമാനമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ അവരതിനു വേണ്ടി പ്രയത്നിച്ചു. അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഒരു ക്ഷേത്രം വന്നു. അമ്പലാടിമന വാസുദേവൻ നമ്പൂതിരിപ്പാടായിരുന്നു അന്നത്തെ പ്രതിഷ്ഠാകരണം നടത്തിയത്. അദ്ദേഹമായിരുന്നു തന്ത്രി. അതിനുശേഷം കുറേ കാലം
അമ്പലം നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലെല്ലാം ചെറിയ ചെറിയ കേടുപാടുകൾ കണ്ടു തുടങ്ങിയപ്പോഴാണ് നമ്മളൊരു പുനരുദ്ധാരണത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. നമ്മൾ ക്ഷേത്രം തന്ത്രിയെ സമീപിച്ചു, ജ്യോത്സ്യരെ ദേവപ്രശ്നം നടത്തി. അതിലെല്ലാം കണ്ടത് പ്രകാരം നമ്മൾ 2026 ഏപ്രിൽ 26 മുതൽ മെയ് 1 വരെ അഷ്ടബന്ധ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കുംഭാഭിഷേകം എന്ന് പറയുന്നത് 12 കൊല്ലത്തിലൊരിക്കൽ, പലർക്കും ജീവിതത്തിലൊരിക്കൽ മാത്രം അല്ലെങ്കിൽ 1-2 തവണ ഒക്കെയാണ് പലർക്കും അവസരം കിട്ടുക. അതുപോലെ ഒരു കുംഭാഭിഷേകം നടത്താനുള്ള ഒരു അവസരം ഞങ്ങൾക്കെല്ലാം വീണ് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ രവിയേട്ടൻ മോനേട്ടൻ പോലുള്ളവർക്ക് 2ാമത്തെ 3ാമത്തെ അവസരമാണ്. ഞാനത് 2ാമത്തെ കുംഭാഭിഷേകത്തിലാണ് സജീവമായിട്ട്, ആദ്യത്തേത് ചെറിയൊരു കുട്ടിയായിട്ട് കണ്ട് നിന്നിട്ടുണ്ടെങ്കിലും സജീവമായിട്ട് പങ്കെടുക്കുന്ന 2ാമത്തെയാണ്. അപ്പോൾ ഭഗവാൻ ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു അവസരം തന്നിട്ടുണ്ട്. അപ്പോൾ ഭക്തജനങ്ങൾക്ക് ഇതിൽ സാമ്പത്തികമായിട്ടും അല്ലാതെയും സഹകരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ പരമാവധി, കാരണം ഇത് വലിയൊരു സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു ഉത്തരവാദിത്വമാണ് ഭക്തജനങ്ങളെയും നാട്ടുകാരെയും വിശ്വസിച്ച് അവരിൽ വിശ്വാസം അർപ്പിച്ച് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഉദ്യമം വിജയിപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സ്വാമി. ഞാൻ ചെമ്പൈ ഗ്രാമത്തിലാണ് ജനനം. അച്ഛൻ CR കൃഷ്ണബഹാദർ വാതാബി. ചെമ്പൈ ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട്. കിഴക്കേ ഗ്രാമം പല്ലച്ചനയിൽ 13 വർഷം ഗർഗമുനി പ്രതിഷ്ഠിച്ച ശിവനെ പൂജ ചെയ്തു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ട് അത് ഞാൻ കണക്കാക്കി. 2.5 വർഷമായി. ഇനി എന്നെക്കൊണ്ട് ആവണത്തോളം കാലം ഇവിടെ ഭഗവാൻ അയ്യപ്പസ്വാമിയും ഗണപതിയും അന്നപൂർണേശ്വരിയും നാഗരാജാവും നാഗരാണിയും ആയുരാരോഗ്യം തരട്ടെ. എന്നെക്കൊണ്ട് ആവുന്നിടത്തോളം കാലം ഇവിടെ ഞാൻ മേൽശാന്തിയായിട്ട്. ഒരു നേരം വന്നു തൊഴാനൊരു മോഹം അയ്യപ്പ.